ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സൈഡൊന്നും കളയണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രെഡിലും ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ്, മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ മുട്ട കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയല്ല കറിവേപ്പിലയാണെങ്കിൽ അങ്ങനെയും ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നേയില്ല. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ലൂസായിട്ട് തോന്നുന്നതാണെങ്കിൽ 1-2 ബ്രെഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ബോൾസ് ആയിട്ടാണ്. പക്കോട പോലെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാതെയാണെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഫ്ലെയിം കുറച്ച് വെക്കണം. ഫ്ലെയിം കൂട്ടിയിട്ടാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. പെട്ടെന്നങ്ങ് ഡാർക്ക് കളറാവും. അപ്പോൾ നമ്മളതങ്ങ് എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് ടൈം എടുത്ത് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു ഈസി സ്നാക്ക് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ വേറെയും റെസിപ്പീസൊക്കെ ഉണ്ട് ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്